ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഡിഷ് കൾച്ചർ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് പാലക് ദാലാണ്. അതിനായിട്ട് പാലക്ക് നല്ലതായിട്ട് കഴുകി ചെറിയതായിട്ട് അരിഞ്ഞ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ 2 ടീസ്പൂൺ ചെറിയ ജീരകം ഇതിലോട്ട് ഇടുക. ആ ചെറിയ ജീരകം ഫ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് 2-3 വറ്റൽ മുളകും മുറിച്ചിടുക. അതിനുശേഷം ഒരു 5 പച്ചമുളക്, 4 അല്ലെങ്കിൽ 5 പച്ചമുളകോ രണ്ടായിട്ട് കീറി അതും ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് അതും ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി അതൊരു ചെറിയ ബ്രൗണായി ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്നിടം വരെ. അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു 2 സവാള മാറ്റി, 2 വലിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം ഈ സവാള കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക. സവാള നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതും ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ സവാള നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. സവാള നല്ലതായിട്ട് വഴന്ന് കിട്ടാൻ നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുന്നത് നല്ലതാണ്, ഉപ്പ് പൊടി ഇടുന്നത് നല്ലതാണ്. അപ്പം നല്ലതായിട്ട് അത് വഴന്ന് കിട്ടും. അപ്പോൾ 2 സവാളയ്ക്ക് ഞാൻ 4 തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തക്കാളി കൂടുതലിടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ദാലിന്. അപ്പോൾ 4 തക്കാളി അരിഞ്ഞത് ഞാൻ ഈ സവാളയ്ക്കകത്തോട്ട്, സവാള ബ്രൗൺ ആയതിന് ശേഷം ഞാൻ 4 തക്കാളി കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ്. അത് നല്ലതായിട്ട് ഇളക്കി അത് വെന്തുടയണം. ഉടയുന്നിടം വരെ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്. തക്കാളിക്കകത്തുനിന്ന് തന്നെ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അതിന് ശേഷം മസാലകളൊക്കെ ഇടണം. മസാല എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ എൻ്റെ സീക്രട്ട് ടിപ്സാണ് കായം ഒരു ശകലം ഞാൻ ഇട്ട് കൊടുക്കും. ഒരു പിഞ്ച് 2 പിഞ്ച് കായം ഇട്ട് കൊടുക്കും. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതും ഇതിനകത്തിലോട്ട് ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഗരം മസാല ഒരു 2 ചെറിയ കുഞ്ഞു സ്പൂണിൻ്റെ 2 സ്പൂണ് ഗരം മസാല ഇട്ടതിന് ശേഷം നല്ലതായിട്ട് മസാലയുടെ പച്ചമണം മാറുന്നതും വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പച്ചമണം മാറി കഴിയുമ്പം നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വച്ചേക്കുന്ന പാലക്കിൻ്റെ ഇല നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. പാലക്കിൻ്റെ ഇല ഇതിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് അതൊന്ന് വഴണ്ട് വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാലക്കിനകത്തു നിന്നൊക്കെ വെള്ളമയം ഇറങ്ങും, അതുകൊണ്ട് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പാലക്കിൻ്റെ ഇലയും ഇതുപോലെ ചെറിയ തീയിൽ, അതായത് സിമ്മിലിട്ട് വേണം ഇളക്കി നല്ലതായിട്ട് തണ്ട് ഇലയിനകത്ത് വെന്തുടഞ്ഞതിന് ശേഷം ഞാനിവിടെ തുവരപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാമ്പാർ ദാലാണ്, അതായത് തുവരപ്പരിപ്പാണ് ഞാൻ നല്ലതായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്തു. നമുക്ക് മസൂർ ദാൽ വേണമെങ്കിലും പാലക് ദാലിൻ്റെ കൂടെ മസൂർ ദാൽ ഉപയോഗിക്കുന്നവരുണ്ട്, അതും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. തുവരപ്പരിപ്പ് വേവിക്കാൻ നേരത്ത് 2 വെളുത്തുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഞാൻ ഇത് തുവരപ്പരിപ്പ് വേവിച്ചത്, ഉപ്പും ഇട്ടാണ് വേവിച്ചത്. അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് ഞാനൊരു 2 നുള്ള് കായപ്പൊടിയും കൂടെ അതിനകത്തോട്ടിട്ട്, അത് ഒരു പ്രത്യേക മണവുമാണ്, ഒരു ടേസ്റ്റുമാണ്. ഇത് എന്നിട്ട് നല്ലതായിട്ട് തിളച്ച് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഗ്രേവി തിക്കായിട്ട് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് ബോയിലായതിന് ശേഷം ഒരു 2 ടീസ്പൂൺ നെയ്യ്, നല്ല പശുവിൻ നെയ്യ് ഒരു 2 ടീസ്പൂൺ കൂടി ഇതിനകത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇതിനകത്ത് ആഡ് ചെയ്യാം. കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പിലയും വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. അതല്ല കറിവേപ്പിലയും മല്ലിയില നമ്മൾ നേരത്തെ കറിവേപ്പില ഇട്ടതുകൊണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അതുമായാലും മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.